സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. KAS ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ടാണ് പരീക്ഷ നടന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 64/25. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് ഉത്തരങ്ങൾ പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, രുദ്രധമനെ കുറിച്ചുള്ള ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ D ആണ്. മുകളിൽ പറഞ്ഞവ എല്ലാം. ജുനഗഡ് ലിഖിത എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. സുദർശന തടാകം എന്ന ജലസംഭരണിയുടെ പുനരുദ്ധാരണം അദ്ദേഹം ഏറ്റെടുത്തു. ശതകർണി ഭരണാധികാരി ഗൗതമിപുത്രനെ അദ്ദേഹം പരാജയപ്പെടുത്തി. ഗൗതമിപുത്രന്റെ മകനായ വസിഷ്ഠപുത്ര പുലുമവിക്ക് അദ്ദേഹം തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. അടുത്തത്, ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ട് പൊരുത്തപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ B ആണ്. 3 മാത്രം. താഴെ പറയുന്നവയിൽ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ചന്ദ്രഗുപ്ത മൗര്യനെ താഴ്ന്ന സാമൂഹിക ഉദ്ഭവമുള്ളതായി പരാമർശിക്കുന്നത്? ഓപ്ഷൻ C മുദ്രാരാക്ഷസം. പുരാതന സാഹിത്യത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി അല്ലാത്തത്? ഓപ്ഷൻ D ആണ് ശരിയല്ലാത്തത്. ധർമ്മസൂത്രങ്ങളിൽ ഗാർഹിക മതപരമായ ചടങ്ങുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മുഗൾ ജാഗിർദാരി സമ്പ്രദായത്തെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരി അല്ലാത്തത്? ഓപ്ഷൻ D ആണ് ഉത്തരം. 4 മാത്രം. ഏതാനും വർഷത്തെ റവന്യൂ പിരിവ് അവകാശങ്ങൾക്ക് ശേഷം ഒരു ജാഗിർദാരിക്ക് തൻ്റെ നിയമനത്തിൽ പാരമ്പര്യ അവകാശങ്ങൾ ലഭിച്ചു. ഓപ്ഷൻ D 4 മാത്രം. ഇനി പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ട് പൊരുത്തപ്പെടാത്തത്? ഓപ്ഷൻ C ആണ് ഉത്തരം. 3, 4. ലാലാ ലജ്പത് റായ്, ഭാരത് മാതാ, സിറാജുദ്ദീൻ അഹമ്മദ്, അജ്മാൻ ഇ മുഹിബാൻ ഇ വതൻ എന്ന് തന്നിരിക്കുന്നു. ഇത് 2 പൊരുത്തപ്പെടാത്തത്. അടുത്തത്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഇനി പറയുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം ഏതാ? തന്നിരിക്കുന്നത് RIN ലഹള, ക്യാബിനറ്റ് മിഷൻ, ക്രിപ്സ് മിഷൻ, ഷിംല സമ്മേളനം. ഉത്തരം ഓപ്ഷൻ C ആണ്. 3, 4, 1, 2. ക്രിപ്സ് മിഷൻ, ഷിംല സമ്മേളനം, RIN ലഹള, ക്യാബിനറ്റ് മിഷൻ. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1, 1917 ബീഹാറിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകാൻ രാജ്കുമാർ ശുക്ല മഹാത്മാഗാന്ധിയെ ക്ഷണിച്ചു. പ്രസ്താവന 2, ചമ്പാരനിലെ കർഷകർ ടിൻകത്തിയ സമ്പ്രദായത്തിന് കീഴിൽ ഇൻഡിഗോ വളർത്താൻ നിർബന്ധിതരായി. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ A ആണ്. പ്രസ്താവന 1, പ്രസ്താവന 2 ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1നെ വിശദീകരിക്കുന്നു. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. സിന്ധോ, വേലുത്തമ്പി, ചിന്നവ, വിജയരാമ, ബിൻസ, റാംപ. മേൽ പറഞ്ഞവരിൽ ആരൊക്കെയായിരുന്നു ഗോത്ര നേതാക്കൾ? ഓപ്ഷൻ B ആണ്. 1, 5. സിന്ധോ, ബിർസ. 2ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് ഇനി പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ A ആണ് ഉത്തരം. 1, 4. സാമ്പത്തിക വികസനത്തിനായിട്ടുള്ള ബോംബെ പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടു. റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റുകൾ സ്ഥാപിച്ചു. 1, 4. 1956 നവംബർ 1 കേരള സംസ്ഥാന രൂപീകരണത്തിന് നേരിട്ട് കാരണമായ സംഭവം ഏതാണ്? ഓപ്ഷൻ B 1956 സംസ്ഥാന പുനഃസംഘടന ആക്ട്. കേരളത്തിൽ ആദ്യ EMS മന്ത്രിസഭ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കാര്യമായ വിവാദങ്ങൾക്ക് കാരണമായി. അതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? ഓപ്ഷൻ D സ്വകാര്യ എയ്ഡഡ് സ്കൂളുകളുടെ മേൽ സർക്കാർ നിയന്ത്രണം. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? അയ്യങ്കാളി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഏത് തിരുവിതാംകൂറിലെ മഹാരാജാവാണ്? ഓപ്ഷൻ A ആണ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ.
1795 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ച ഏത് ഉടമ്പടിയാണ് തിരുവിതാംകൂറിൻ്റെ സാമ്പത്തിക സ്വയംഭരണത്തെ സാരമായിട്ട് ബാധിച്ചത്? ഓപ്ഷൻ സി ആണ് മാവേലിക്കര ഉടമ്പടി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യമെന്തായിരുന്നു? നിയമ നിർമ്മാണ സഭയിലെ പ്രാതിനിധ്യം. കേരളത്തിൽ മതാന്തര സംവാദവും സാമൂഹിക പരിഷ്കരണവും പ്രോത്സാഹിപ്പിച്ച ഒരു സുപ്രധാന സംഭവമായി 1924 ആലുവ മത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. 1908 മദ്രാസ് എസ്റ്റേറ്റ്സ് ലാൻഡ് ആക്ടിലെ ഏത് പ്രത്യേക വകുപ്പാണ് അതിൻ്റെ മൊത്തത്തിലുള്ള ഉദ്ദേശ്യം ഉണ്ടായിരുന്നിട്ടും മലബാർ മേഖലയിലെ ചില കുടിയാൻ ഗ്രൂപ്പുകളുടെ നിലവിലുള്ള ദുർബലതകളെ അബദ്ധവശാൽ വഷളാക്കിയത്? ഓപ്ഷൻ ബി സ്വകാര്യ ഭൂമിയുടെ നിർവചനത്തെയും പതിവ് കുടികിടപ്പുകൾക്ക് അതിൻ്റെ പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള വകുപ്പ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരവിന് മുമ്പുള്ള ഏത് പ്രത്യേക വ്യാപാര തകരാറാണ് അറബിക്കടലിലെ സമുദ്രശക്തിയുടെ സന്തുലിതാവസ്ഥയെ ഗണ്യമായി മാറ്റി അതുവഴി മലബാറിൻ്റെ തീരദേശ വ്യാപാരത്തിന് പിൻകാല ദുർബലതയ്ക്ക് പരോക്ഷമായി സംഭാവന നൽകിയത്? ഓപ്ഷൻ സി ആണ് പോർച്ചുഗീസ് കാലിക്കറ്റ് വ്യാപാര കരാർ. കേരളത്തിലെ തൊട്ടുകൂടായ്മയുടെ വിഷയം മഹാത്മാഗാന്ധിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്താൻ ടി.കെ. മാധവന് കഴിഞ്ഞത് ഏത് പ്രത്യേക പരിപാടിയിലൂടെയോ യോഗത്തിലൂടെയോ ആണ്? 1923 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാക്കിനാഡ സമ്മേളനം. 1970 പെൻറ്റഗൺ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി USA, USSR, ചൈന, ജപ്പാൻ, പടിഞ്ഞാറൻ യൂറോപ്പ്. താഴെ പറയുന്നവയിൽ ഏതാണ് യൂറോപ്പിൻ്റെ ഭൂപടം പുനർനിർമ്മിക്കാത്തത്? ലൊക്കാർനോ ഉടമ്പടി. ചേരുംപടി ചേർക്കുക. ഗൈഡഡ് ഡെമോക്രസി, പുരോഗമന പ്രസ്ഥാനം, അപകോളനീകരണം, ഹക്ക് കലാപം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഗൈഡഡ് ഡെമോക്രസി സുകാർണോ, പുരോഗമന പ്രസ്ഥാനം USA, അപകോളനീകരണം ബുഖാരിൻ, ഹക്ക് കലാപം ഫിലിപ്പീൻസ്. ആഫ്രിക്കൻ ഐക്യ സംഘടനയുടെ ഉദ്ദേശം? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കൊളോണിയലിസത്തെ തുടച്ചു നീക്കുക, ആഫ്രിക്കൻ രാജ്യങ്ങൾക്കിടയിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുക, ആഫ്രിക്കൻ ജനതയ്ക്കിടയിൽ സാമ്പത്തികവും സാമൂഹികവുമായ സഹകരണം പ്രോത്സാഹിപ്പിക്കുക. ദേശീയത സങ്കല്പിക്കുന്നതിൽ അച്ചടി മാധ്യമങ്ങളുടെ പങ്ക് ആരാണ് വിശകലനം ചെയ്തത്? ബെനഡിക്റ്റ് ആൻഡേഴ്സൺ. യോം കിപ്പൂർ യുദ്ധം നടത്തിയത്? ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കുവാനാണ്. ഏത് പ്രസ്താവനയാണ് ശരിയല്ലാത്തതെന്ന് കണ്ടെത്തുക. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ സിയാം ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു എന്നതാണ് ശരി അല്ലാത്ത പ്രസ്താവന. മുതലാളിത്തത്തെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട പേര് ആരുടേതാണ്? മൗറീസ് ഡോബ്. താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ശരിയായ കാലക്രമം തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. മൺട്രോ സിദ്ധാന്തം, യൂറോപ്പിൻ്റെ സംഗീത കച്ചേരി, സോൾവെറിൻ, യങ് ഇറ്റലി. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 1, 4, 3. യൂറോപ്പിൻ്റെ സംഗീത കച്ചേരി, മൺട്രോ സിദ്ധാന്തം, യങ് ഇറ്റലി, സോൾവെറിൻ. ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നു. അലക്സാണ്ടർ ഗർഷേൻ ക്രോൺ, ഇമ്മാനുവൽ വലസ്റ്റീൻ, എറിക് ഹോബ്സ്ബോം, ഫെർണാണ്ട് ബ്രാഡൽ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അലക്സാണ്ടർ ഗർഷേൻ ക്രോൺ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ വിശകലനം. ഇമ്മാനുവൽ വലസ്റ്റീൻ, കാമ്പ് പ്രാന്തപ്രദേശം, അർദ്ധ പ്രാന്തപ്രദേശ അവസ്ഥകൾ. എറിക് ഹോബ്സ്ബോം, യഥാർത്ഥ സോഷ്യലിസം. ഫെർണാണ്ട് ബ്രാഡൽ, ഹിസ്റ്ററി അറ്റ് എ ഡിസ്റ്റൻസ്. താഴെ കൊടുത്തിരിക്കുന്ന എഡിറ്റർമാരുടെ ക്രമത്തിൽ ഇനി പറയുന്ന ജേണലുകളുടെ ശരിയായ ക്രമീകരണം കണ്ടെത്തുക.
തന്നിരിക്കുന്നത് PS വാര്യർ, മൂർക്കോത്ത് ശ്രീനിവാസൻ, കുമാരനാശാൻ, മക്തി തങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഐ ധന്വന്തരി, PS വാര്യർ ധന്വന്തരി, മൂർക്കോത്ത് ശ്രീനിവാസൻ വജ്രസൂചി, കുമാരനാശാൻ വിവേകോദയം, മക്തി തങ്ങൾ പരോപകാരി. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണത്തിന്റെ പേര് നൽകുക. ഇടയ്ക്ക. കൊയിംബിടരൻ ഏത് ആചാരപരമായ കലാരൂപത്തിന്റെ കഥാപാത്രമാണ്? മുടിയാട്ട്. ഇനി പറയുന്നവയിൽ ഏതാണ് ആയുർവേദ ഗ്രന്ഥം അല്ലാത്തത്? ഓപ്ഷൻ എ മുകുന്ദമാല. ചെങ്കന്നൂരാത്തി എന്ന വീര കഥാപാത്രം കേരളത്തിലെ ഏത് ആഖ്യാന പാരമ്പര്യത്തിൽപ്പെട്ടതാണ്? ഇടനാടൻ പാട്ട്. ഇനി പറയുന്ന നോവലുകളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ശരിയായ കാലക്രമം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരു വഴിയും കുറെ നിഴലുകളും, അഗ്നിസാക്ഷി, അലഹയുടെ പെൺമക്കൾ, ആരാച്ചാർ. ദക്ഷിണ ദ്രാവിഡ ശാഖയുടെ 4 ഭാഷകൾ ഇവയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. തമിഴ്, കന്നഡ, തുളു, മലയാളം. തമിഴ്, കന്നഡ, തോഡ, മലയാളം. വയനാട്ടിലെ എടയ്ക്കൽ ഗുഹകളും അതിൻ്റെ ശിലാകലകളും ആരാണ് കണ്ടെത്തിയത്? ഫോസെറ്റ്. കേരളത്തിലെ ഭരതേശ്വര ക്ഷേത്രം ഏതാണ്? ഇരിങ്ങാലക്കുട. കാർഷിക രീതികളുമായി അല്ലെങ്കിൽ ജോലികളുമായി ബന്ധപ്പെട്ട അടിയ സമൂഹത്തിന്റെ സംഗീത നൃത്ത പ്രകടനം താഴെ പറയുന്നവയിൽ ഏതാണ്? കമ്പള നൃത്തം. 1947 ഡിസംബർ 31 കണക്കനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നേടിയ പ്രവിശ്യ ഏതാണ്? മദ്രാസ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി സാമ്പത്തിക സാമൂഹിക ആസൂത്രണം. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക. തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ്. താഴെയുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനുള്ള സമ്പൂർണ്ണ അധികാരം. താഴെ പറയുന്നവരിൽ ആർക്കാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും കേൾക്കുവാനുള്ള അവകാശം ഉള്ളത്? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3. ആർട്ടിക്കിൾ 358 പ്രഖ്യാപനത്തോടെ ആർട്ടിക്കിൾ 19 സ്വയമേ താൽക്കാലികമായി നിർത്തിവെക്കപ്പെടും. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിന്റെ ഭരണഘടനാ സാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ ഇന്റർമീഡിയറ്റ് ലെവലുകൾ രൂപീകരിക്കുന്നതിന് നിർബന്ധിത ജനസംഖ്യാ പരിധി എന്താണ്? ഓപ്ഷൻ സി ആണ്. 20 ലക്ഷത്തിന് മുകളിൽ. രാജ്യസഭയിലെ സഭാ നേതാവ് ആരാണ്? ഓപ്ഷൻ ബി ആണ്. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന രാജ്യസഭാംഗമായ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ. ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ ഈ ഗവേണൻസ് ശക്തിപ്പെടുത്തുന്നതിനായി പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഒരു ഉപയോക്തൃ സൗഹൃദ വെബ് അധിഷ്ഠിത പോർട്ടൽ ആരംഭിച്ചു. ഈ ഗ്രാമ സ്വരാജ്. 2005 RTI ആക്ടിലെ സെക്ഷൻ 7(1) പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണ്. അത് പരിധിക്കുള്ളിൽ നൽകണം. 48 മണിക്കൂർ. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഗ്യാരണ്ടി പദ്ധതി പ്രകാരം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. എല്ലാ പ്രവൃത്തികളുടെയും ചെലവുകളുടെയും സോഷ്യൽ ഓഡിറ്റിന് ഗ്രാമസഭയ്ക്ക് അവകാശം നൽകുന്നു.
MGNREGA ഗുണഭോക്താക്കളുടെ നൈപുണ്യ അടിത്തറ ഉയർത്താൻ ഉദ്ദേശിക്കുന്ന ഒരു നൈപുണ്യ പദ്ധതിയായ ഉന്നതി പദ്ധതി. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്നിവയുമായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 കേന്ദ്ര സർക്കാരിൻ്റെ ഗവേണൻസ് സംരംഭങ്ങൾ തന്നിരിക്കുന്നു. ലിസ്റ്റ് 2 അവ ആരംഭിച്ച വർഷമാണ് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഓപ്ഷനുകളിൽ നിന്ന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബിസ് 2013, മേഘ്രാജ് 2014, ദീക്ഷ 2017, മേരി പെഹ്ചാൻ 2022. താഴെ പറയുന്നവയിൽ ഏത് കൺവെൻഷനിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കക്ഷി ചേർന്നിരിക്കുന്നത്? ഓപ്ഷൻ സി, കടൽ നിയമത്തെക്കുറിച്ചുള്ള UN കൺവെൻഷൻ 1982. താഴെ പറയുന്നവ കാലക്രമത്തിൽ ക്രമീകരിക്കുക. ഇന്ത്യ 2021-24 ആതിഥേയത്വം വഹിക്കുന്ന ഉച്ചകോടികൾ അല്ലെങ്കിൽ യോഗം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 2, 3, 4, 1. ബ്രിക്സ് ഉച്ചകോടി, ആദ്യ ഇന്ത്യ മധ്യേഷ്യ ഉച്ചകോടി, SCO ഉച്ചകോടി, ബിംസ്റ്റെക് ബിസിനസ് ഉച്ചകോടി. നൽകിയിരിക്കുന്ന 4 പ്രസ്താവനകൾ പരിഗണിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ഇന്ത്യ ഗവൺമെന്റിന്റെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഡിവിഷനുകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം മാത്രം. 2ഉം 4ഉം. ഇൻഡോ പസഫിക്, യൂറേഷ്യ. ലിസ്റ്റ് 1 ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1 ആയുധ നിയന്ത്രണ ഗ്രൂപ്പ് അല്ലെങ്കിൽ കൺവെൻഷൻ, ലിസ്റ്റ് 2 ഇന്ത്യ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. അഴിമതിക്കെതിരായ UN കൺവെൻഷൻ 2011 അംഗീകരിച്ചു. മിസൈൽ ടെക്നോളജി കൺട്രോൾ റെജീം 2016 ചേർന്നു. വികലാംഗരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള കൺവെൻഷനുകൾ 2007 അംഗീകരിച്ചു. ഓസ്ട്രേലിയ ഗ്രൂപ്പ് 2018 ചേർന്നു. താഴെ പറയുന്ന ട്രൈബ്യൂണലുകൾ പരിഗണിക്കുക. ലാൻഡ് ട്രൈബ്യൂണൽ, അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. മുകളിൽ പറഞ്ഞവയുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ പ്രത്യേക ട്രൈബ്യൂണലുകളാണ്. എന്നാൽ എല്ലാ പ്രത്യേക ട്രൈബ്യൂണലുകളും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ അല്ല. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എയും സിയും ശരിയാണ്. എയും സിയും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ അധികാരമുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ദേശീയ വനിതാ കമ്മീഷൻ ഒരു നിയമാനുസൃത സ്ഥാപനമാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലിംഗഭേദമില്ലാത്ത നിയമം? ഓപ്ഷൻ എ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012. താഴെ പറയുന്ന കാര്യങ്ങൾ പരിഗണിക്കുക. പ്രീ വജൈനം ടെസ്റ്റ് അല്ലെങ്കിൽ 2 ഫിംഗർ ടെസ്റ്റ്. ലൈംഗിക പീഡനം. സ്ത്രീകൾ ഭർത്താവിൻ്റെ സ്വത്തായി. മുകളിൽ പറഞ്ഞ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി, എയും സിയും. എ, സി. ബലാത്സംഗ, ലൈംഗികാതിക്രമ കേസുകളിൽ നടത്തുന്ന ഈ പരിശോധന സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ക്രിമിനൽ നിയമം സ്ത്രീകളെ ഭർത്താവിൻ്റെ സ്വത്തായി അംഗീകരിക്കുന്നില്ല. താഴെ പറയുന്ന നിയമ നിർമ്മാണങ്ങളിൽ ഏതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളത്?
ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞിരിക്കുന്നവ എല്ലാം. പട്ടികജാതി പട്ടികവർഗ നിയമം 1989, വനാവകാശ നിയമം 2006, പൗരാവകാശ സംരക്ഷണ നിയമം 1955. ഭരണഘടനാ ഭേദഗതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവ എല്ലാം. ഭരണഘടനാ ഭേദഗതികൾ ഭരണഘടനാപരമായ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വരുത്തുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതികൾ നിയമമല്ല. അടുത്തത് പ്രസ്താവനകൾ പരിഗണിക്കുക. സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും മാത്രമേ ജുഡീഷ്യൽ റിവ്യൂ അധികാരം പ്രയോഗിക്കാൻ കഴിയൂ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 എന്നിവയിൽ ജുഡീഷ്യൽ റിവ്യൂ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ജുഡീഷ്യൽ ആക്ടിവിസം ഒരു ജുഡീഷ്യൽ റിവ്യൂ ആണ്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകൾ വിശകലനം ചെയ്ത് പൊതു താൽപര്യ വ്യവഹാരവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പരസ്പര ബന്ധങ്ങളിൽ ഏതാണ് തെറ്റെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഏതൊരു വ്യക്തിക്കും അതിൽ താൽപര്യം പരിഗണിക്കാതെ പൊതു താൽപര്യ വ്യവഹാരം ഫയൽ ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം, ഭരണഘടനാ പ്രകാരം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ്? ഓപ്ഷൻ ബി, അടിയന്തരാവസ്ഥ സമയത്ത് എല്ലാ മൗലിക അവകാശങ്ങളും നടപ്പിലാക്കുന്നതിനുള്ള ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം താൽക്കാലികമായി നിർത്തിവെക്കുന്നു. മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. USA ഭരണഘടനയിൽ എന്ന പോലെ മൗലിക അവകാശങ്ങൾക്ക് ഇളവ് എന്ന സിദ്ധാന്തം ബാധകമല്ല. ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ സ്വയം നിർവഹണപരവും നിർവഹണപരമല്ലാത്തതുമായ മൗലികാവകാശങ്ങൾ അടങ്ങിയിരിക്കുന്നു. 3-ാം ഭാഗത്തിലെ വ്യവസ്ഥകൾ പരസ്പരം വേർപെടുത്തുന്നവയല്ലെന്നും സംയോജിത സമ്പൂർണതയുടെ ഭാഗമാണെന്നും മേനക ഗാന്ധി കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. മൗലിക അവകാശങ്ങളുടെ സ്വഭാവം കേവലമാണ്. ആർട്ടിക്കിൾ 20-ഉം 21-ഉം ഒഴികെയുള്ള അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3, 5 എന്നിവ. 2, 3, 5 എന്നിവ. വാദം: ഭരണഘടനയുടെ ഭാഗം 3-ഉം 4-ഉം ഭരണഘടനയുടെ മനസ്സാക്ഷിയായി കണക്കാക്കപ്പെടുന്നു. കാരണം ഭാഗം 4-ൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ധാർമ്മിക പ്രമാണങ്ങളാണ്. അവ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 37 പ്രകാരം നടപ്പിലാക്കുവാൻ കഴിയും. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എ ശരിയാണ്, പക്ഷേ 6 തെറ്റാണ്. അടുത്തത് വാദം എ. ഈ രാജ്യത്തെ ജനങ്ങൾ പലതരത്തിൽ വ്യത്യസ്തരായിരുന്നെങ്കിലും ഒരു പൊതു പൈതൃകത്തിലും സംയുക്ത സംസ്കാരത്തിലും പങ്കാളികളായി തങ്ങളെ തന്നെ കണക്കാക്കുന്നതിൽ അവരെല്ലാം അഭിമാനിക്കുന്നു. കാരണം ഇന്ത്യയുടെ സംയുക്ത സംസ്കാരത്തിന്റെ അടിസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ സംസ്കൃത ഭാഷയും സംസ്കാരവുമാണ്. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. എയും 6-ഉം ശരിയാണ്. 6 എയുടെ ശരിയായ വിശദീകരണമാണ്. അടുത്ത ചോദ്യം, ശരിയായ ഉത്തരക്കോഡ് ഉപയോഗിച്ച് ഇനി പറയുന്നവയുമായി പൊരുത്തപ്പെടുത്തുക. ആർട്ടിക്കിൾ 21-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മൗലിക അവകാശങ്ങൾ റൈറ്റ് സൈഡിൽ പ്രചരിപ്പിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. പ്രായമായവരുടെ അവകാശം. അശ്വനി കുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാനുള്ള അവകാശം. നികുഞ്ച് ടോഡിവിയാസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. മറക്കപ്പെടുവാനുള്ള അവകാശം. ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുവാനുള്ള അവകാശം വരുന്നത് ഓപ്ഷൻ സി ആണ്. മഹാരാഷ്ട്ര സംസ്ഥാനം വേഴ്സസ് പ്രഭാകർ പാണ്ഡുരംഗ് സാംഗിർ. മറക്കപ്പെടുവാനുള്ള അവകാശം ഡി ആണ്. നികുഞ്ച് ടോഡി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ.
ഗർഭചിത്രത്തിനുള്ള അവകാശം ഓപ്ഷൻ ബി ആണ്. മീര സന്തോഷ് പാൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നിയമവാഴ്ചയുടെ തത്വത്തെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇത് മനുഷ്യ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും പരമോന്നത പ്രകടനമാണ്. സ്വാതന്ത്ര്യം, സമത്വം, വിവേചനമില്ലായ്മ, സാഹോദര്യം, ഉത്തരവാദിത്തം, ഏകപക്ഷീയതയില്ലായ്മ എന്നീ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. അടുത്തത് വാദം. ഡ്രോയിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എന്നത് ഫ്രഞ്ച് പാർലമെന്റ് നിർദ്ദേശിച്ച തത്വങ്ങളെയും നിയമങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. കാരണം തത്വങ്ങളും നിയമങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയിലെ ജഡ്ജിമാരാണ് വികസിപ്പിച്ചെടുത്തത്. ശരിയായ ഉത്തരക്കോഡ് തിരഞ്ഞെടുക്കുക. 70ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. എ തെറ്റാണ്, പക്ഷേ 6 ശരിയാണ്. ഇനി വരുന്ന മാത്സ് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് മാത്രമാണ് പറയുന്നത്. 71ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 72ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 73ാമത്തെ ചോദ്യം 73 ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 74ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 75ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 76ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 77ാമത്തെ ചോദ്യം 77 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 78ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി. 79ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 80ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 81ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി. 82ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ. 83 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 84ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 310 രൂപ. 85ാമത്തെ ചോദ്യം 85 ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 86 ഭൂമിയുടെ പുറംകാമ്പ് ദ്രാവകമാണ്, അതേസമയം അകക്കാമ്പ് ഖരമാണ്. കാരണം ഭൂമിയുടെ കേന്ദ്രത്തിലെ അഭാരമായ മർദ്ദം ഉയർന്ന താപനില ഉണ്ടായിരുന്നിട്ടും അകക്കാമ്പിനെ ഖരാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ ഭ്രമണ സ്വഭാവ സവിശേഷതകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശുക്രനും ചൊവ്വയും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ ക്ലോക്ക് വൈസിലുള്ള ദിശയിലാണ് കറങ്ങുന്നത്. യുറാനസും നെപ്റ്റ്യൂണും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ എതിർ ക്ലോക്ക് വൈസിലുള്ള ദിശയിലാണ് കറങ്ങുന്നത്. ശുക്രനും യുറാനസും ഒഴികെ എല്ലാ ഗ്രഹങ്ങളും ഒരേ എതിർ ക്ലോക്ക് വൈസിലുള്ള ദിശയിലാണ് കറങ്ങുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ സൂര്യൻ്റെ മധ്യരേഖയിലൂടെ കടന്നുപോകുന്ന ഒരേ തലത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ശരി എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3, 4 മാത്രം. 3, 4. അന്തരീക്ഷത്തിലെ ഇനി പറയുന്ന ഘടകങ്ങളെ ഏറ്റവും സമൃദ്ധമായതിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ സമൃദ്ധിയിലേക്കുള്ള ക്രമത്തിൽ ക്രമീകരിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് ആർഗോൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്. കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നൈട്രജൻ, ഓക്സിജൻ, ആർഗോൺ, കാർബൺ ഡൈ ഓക്സൈഡ്. വായു പിണ്ഡ സ്ഥിരതയെക്കുറിച്ചുള്ള അതിൻ്റെ വിവരണവുമായി പദം പൊരുത്തപ്പെടുത്തുക. തന്നിരിക്കുന്നത് സ്ഥിരതയുള്ള വായുപിണ്ഡം, അസ്ഥിരമായ വായുപിണ്ഡം, സ്വാഭാവിക അസ്ഥിരത. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 1A, 2B,
3C. അടുത്തത്, പവിഴപ്പുറ്റുകളുടെ ബ്ലീച്ചിങ് പ്രക്രിയയിൽ താഴെ പറയുന്ന ഘട്ടങ്ങൾ ക്രമീകരിക്കുക. പവിഴപ്പുറ്റുകൾ അവയുടെ സഹജീവി ആൽഗകളെ പുറന്തള്ളുന്നു. ജലത്തിന്റെ താപനില വർദ്ധിക്കുന്നു. പവിഴപ്പുറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനം കുറയുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 1, 4, 3. ജലത്തിന്റെ താപനില വർദ്ധിക്കുന്നു. പവിഴപ്പുറ്റുകൾ അവയുടെ സഹജീവി ആൽഗകളെ പുറന്തള്ളുന്നു. പ്രകാശ സംശ്ലേഷണ പ്രവർത്തനം കുറയുന്നു. പവിഴപ്പുറ്റുകൾക്ക് നിറം നഷ്ടപ്പെടുകയും സമ്മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യുന്നു. വാതം ആഴക്കടൽ കിടങ്ങുകളുടെ രൂപീകരണത്തിന് എപ്പൈറോജനിക് ചലനങ്ങൾ കാരണമാകുന്നു. കാരണം എപ്പൈറോജനിസിസിൽ പാറ പാളികൾക്ക് പ്രാദേശികവൽക്കരിക്കുകയും തീവ്രവുമായ മടക്കുകളും വിള്ളലുകളും ഉൾപ്പെടുത്തുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഓപ്ഷൻ ഡി. തെറ്റാണ്, പക്ഷെ 6 ശരിയാണ്. അഗ്നിപർവ്വത ഘടകത്തെ പ്രവർത്തനവുമായി പൊരുത്തപ്പെടുത്തുക. ഘടകം പ്രവർത്തനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മാഗ്മ ചേംബർ ഉപരിതലത്തിനടിയിൽ ഉരുക്കിയ പാറയുടെ സംഭരണം. കുഴൽ മാഗ്മ ഉയരുന്നതിനുള്ള പാത. വെന്റ് അഗ്നിപർവ്വത വാതകങ്ങളും വസ്തുക്കളും പുറത്തേക്ക് പോകുന്ന ദ്വാരം. വടക്കൻ അർദ്ധഗോളത്തിലെ ഒരു താഴ്ന്ന മർദ്ദ കേന്ദ്രത്തിന് ചുറ്റും ഉപരിതലക്കാറ്റ്. ഓപ്ഷൻ ബി ആണ്. എതിർ ഘടികാര ദിശയിൽ സഞ്ചരിക്കുകയും ഒത്തുചേരുകയും ചെയ്യുന്നു. വെള്ളത്തിനടിയിലുള്ള ഭൂകമ്പത്തിന്റെ ഏത് സ്വഭാവമാണ് സുനാമിക്ക് കാരണമാകുന്നത്? ഓപ്ഷൻ ബി. സമുദ്രത്തിന്റെ അടിത്തട്ടിന്റെ ആഴവും ലംബ സ്ഥാന ചലനവും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അവശിഷ്ട പ്രവാഹത്തെ കൃത്യമായിട്ട് വിവരിക്കുന്നത്? ഓപ്ഷൻ സി. വെള്ളം, പാറ, മണ്ണ്, ജൈവ അവശിഷ്ടങ്ങൾ എന്നിവയുടെ മിശ്രിതത്തിന്റെ ദ്രുതവും ദ്രാവകവുമായ ചലനം പോലെയാണിത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നദിയുടെ മുകൾ ഭാഗത്തോ പർവ്വതനിരയിലോ വികസിപ്പിച്ചെടുത്ത ഭൗതിക സവിശേഷതകൾ? ഓപ്ഷൻ ബി. വി ആകൃതിയിലുള്ള താഴ്വരകളും ഗോർജുകളും. താഴെ പറയുന്നവയിൽ ഏതാണ് സാംസ്കാരിക പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ആകാത്തത്? ഓപ്ഷൻ ഡി. വർദ്ധിച്ച വിദ്യാഭ്യാസവും അവബോധവും. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2വുമായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ലിസ്റ്റ് 1ൽ ഗോത്രങ്ങൾ, ലിസ്റ്റ് 2ൽ സംസ്ഥാനങ്ങളാണ് തന്നിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. സോളിഗകൾ കർണാടക, കോളീസ് മഹാരാഷ്ട്ര, കുറുമ്പകൾ കേരളം, ബൈഗാസ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ട്രോപ്പോസ്ഫിയർ താപനിലയിലെ കുറവ് എന്ന പദം ഇനി പറയുന്നവയെ സൂചിപ്പിക്കുന്നു. ഓപ്ഷൻ സി. ലാബ്സ് നിരക്ക്. അവസാനത്തെ ചോദ്യം, ഭൂമധ്യരേഖ താഴ്ന്ന പ്രദേശങ്ങൾക്കും ഉപ ഉഷ്ണമേഖല ഉയർന്ന പ്രദേശങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ഗ്രഹവാതകങ്ങളെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ആണ് വ്യാപാര കാറ്റുകൾ. PSCയുടെ പ്രൊവിഷണൽ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.